സ്കൂൾ സമയത്ത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അധ്യാപകരോട് ചിലപ്പോൾ ദേഷ്യമൊക്കെ അല്ലേ ആ സമയത്തൊക്കെ തോന്നാം. പക്ഷെ അത് കാലങ്ങൾക്ക് ശേഷം ആ ദേഷ്യമൊക്കെ മുൻനിർത്തി ചില പ്രവർത്തികൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമെന്നേ പറയാവുള്ളൂ. തുർക്കിയിലെ ഒരു നടൻ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ചെറുപ്പത്തിൽ അധ്യാപകൻ്റെന്നോ ഒക്കെ കിട്ടിയൊരു അടിയുടെയും അല്ലെങ്കിൽ ശകാരത്തിൻ്റെയും ഒക്കെ പക കാശൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ സ്കൂളിങ് വാങ്ങി ആ സ്കൂൾ കെട്ടിടം അങ്ങ് ഇടിച്ച് നിരത്തി. എന്തായാലും കാര്യമായ വിമർശനങ്ങൾ ഈ നടൻ ഏറ്റുവാങ്ങുന്നുണ്ട്. ആരാണ് നടൻ, എന്തായിരുന്നു കാര്യമെന്നൊക്കെ കാർത്തിക മഠത്തിൽ പറയും. കാർത്തിക, ഇങ്ങനെയൊക്കെ പ്രതികാരം വീട്ടാൻ തുടങ്ങിയാൽ വല്ലാത്ത കഷ്ടമാണ്. പിന്നെ അന്നൊക്കെ അടിക്കുകയും അല്ലെങ്കിൽ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഇന്ന് നല്ല നടനൊക്കെ ആയിട്ട് ഇദ്ദേഹം ഇരിക്കുന്നത്. എന്തായാലും വല്ലാത്ത ചെയ്ത്തായിപ്പോയി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ചെയ്ത്തും അല്ലാത്ത ചെയ്ത്തായിപ്പോയി. പക്ഷേ നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ കൂട്ടെന്ന് പറയുന്നത് ഒരു പക്ഷേ ഓർമ്മകളായിരിക്കും. ചെറിയ കുട്ടിയാവുന്നത് മുതൽ മരിക്കുന്ന കാലം വരെ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകുന്നത് ഓർമ്മകളാണ്. നല്ല ഓർമ്മകളുണ്ടാവാം, ചീത്ത ഓർമ്മകളുണ്ടാവാം. ചില ഓർമ്മകൾ എല്ലാ കാലവും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു ഈ കാഗ്ലർ എന്ന് പറയുന്ന ഈ ടർക്കിഷ് നടൻ്റെ ഇപ്പോൾ നമ്മൾ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തെ നമുക്ക് എടുക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അനുഭവിച്ച ചില ദുരനുഭവങ്ങൾ, സ്കൂളിൽ കടുത്ത അച്ചടക്ക നടപടികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പഠിപ്പിച്ച അധ്യാപകർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു, ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതികാരവും ഈ ദുരനുഭവങ്ങളുടെ ഓർമ്മകളും എല്ലാമാണ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. എന്നാലും ഒരു സ്കൂൾ എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പേരുടെ ആശ്രയമാണ്, അഭയമാണ്. എത്ര വലിയ പ്രതികാരം ഉണ്ടായാൽ പോലും ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കടക്കണമായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ആക്ടറാണ്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ അഭിനയം ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു പ്രവൃത്തിയെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേസമയം ഇദ്ദേഹത്തെ അനുകൂലിച്ചും, അതായത് നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, മോർ പവർ ടു യു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് കമൻസും ഈ ഒരു പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. എത്രയൊക്കെയാണെങ്കിലും ഇദ്ദേഹം ഈ സ്കൂള് വാങ്ങി പൊളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അദ്ദേഹം ഈ സ്കൂള് വാങ്ങിയതിൻ്റെയോ അല്ലെങ്കിൽ അത് പൊളിച്ചത് അദ്ദേഹമാണ് എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത പ്രചരിപ്പിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും പ്രതികാരമാവാം, പകയാവാം, പക്ഷേ അത് വേറൊരാളെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കാർത്തി ഒരുപക്ഷെ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട ശേഷം ആ സ്ഥലത്ത് പുതിയൊരു കെട്ടിടം പണിത് അല്ലേ വലിയൊരു സ്കൂൾ സ്ഥാപിക്കാനാകട്ടെ, പോസിറ്റീവായി കാണാം, അങ്ങനെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വല്ലാത്ത മോശമാണ്. എന്തായാലും ചെയ്തതിനുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരിടട്ടെ.